ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർച്ചയായി തന്നെ പറയുന്നുണ്ട്, അടുത്ത വർഷത്തോടുകൂടി തന്നെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളാണോ ഇപ്പോൾ കണ്ടുവരുന്നത്? ഇന്നലെയും 27 മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞല്ലോ. അടുത്ത വർഷം വരെ ഓടുമെന്ന് തോന്നുന്നില്ല ആ വണ്ടി. കാരണം അതിന് മുമ്പ് തന്നെ വണ്ടി നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്നത്. കാരണം മാവോയിസ്റ്റുകളുടെ തലയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. തല പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ജീവൻ ഉണ്ടാവും. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു നേട്ടമാണ്, ടാസ്ക്കാണ് നമ്മൾ പൂർത്തീകരിച്ചത്. അതായത് CPI മാവോയിസ്റ്റ് എന്ന പാർട്ടിയുടെ CPI നക്സലൈറ്റുകളാണ്. ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ MA ബേബിക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന, അല്ലെങ്കിൽ D രാജയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ആളിനെയാണ് കൊന്നിരിക്കുന്നത്. കൊന്നു, അവിടെ തീർത്തു കഴിഞ്ഞു. ശ്രീകാകുളം ജില്ലയിൽപ്പെട്ട ആളാണ്. പഴയ സംയുക്ത ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിൽപ്പെട്ട ആന്ധ്രാപ്രദേശുകാരാണ്, തെലുങ്കൻ. ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് എത്ര കോടിയാണോ വിലയിട്ടതെന്നറിയാമോ? ഛത്തീസ്ഗഡ് ഗവൺമെൻറ് 1 കോടി രൂപയാണ് വിലയിട്ടിരുന്നത്. 1 കോടി രൂപ വിലയുള്ള തല ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പഹൽഗാമിലെ ഭീകരരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് വരെ കൊടുത്തിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 20 ലക്ഷം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരം കൊടുക്കുന്നവർക്ക് കിട്ടുന്ന വിലയാണ് ഈ 1 കോടി എന്ന് പറഞ്ഞത്. പഹൽഗാം ഭീകരരെക്കാൾ 5 ഇരട്ടി അവിടുത്തെ കാശ്മീർ ഗവൺമെൻറ് കൊടുത്ത വിലയാണത്. അതിൻ്റെ 5 ഇരട്ടി വിലയുള്ള തലയുമായി നടന്ന ആളിൻ്റെ തലയാണ് ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് പോലീസും ചേർന്ന് തകർത്തും വെച്ചേക്കാൻ കൊള്ളില്ല. കാരണം ഇതുപോലുള്ള ക്രൂരകൾ എത്ര പോലീസുകാരെ കൊന്നു, എത്ര ആദിവാസികളെ കൊന്നു, എന്ത് ഭീഷണിയായിരുന്നു. വയനാട് വരെയുള്ള ആ ബെൽറ്റ് ഉണ്ടല്ലോ, റെഡ് കോറിഡോർ എന്ന് പറയുന്നത്, ഭീഷണിയായിരുന്നു. ഏത് നിമിഷവും ആളെ കൊല്ലാം. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവിടെ അട്ടിമറിച്ചിരുന്നു. രാഷ്ട്രത്തിന് ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുള്ള ഇയാളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപരനുണ്ടല്ലോ, CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ. ഇദ്ദേഹം CPI മാവോയിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആൾ ബസവരാജു. മറ്റേത് CPI ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള D രാജ പറയുകയാണ് ചെയ്തത് തെറ്റായിപ്പോയി, കൊല്ലാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നിട്ട് ചോദ്യം ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. എന്നിട്ട് വേണം ജയിൽ തുറന്ന് ചാടി പോകാനും അവിടുത്തെ പോലീസുകാരെ കൊല്ലാനും. ഭീകരനാണ്, ഭീകരരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്, ജിഹാദി ഭീകരരുമായിട്ട് ചേർന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുതാപം കണ്ടില്ലേ, ഒരു സഹാനുഭൂതി. എന്നിട്ട് വേണം പിടിക്കാൻ നോക്കിയിട്ട് വേണം പോലീസുകാർക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ പോലീസുകാരെ മക്കളെ വാ എന്നും പറഞ്ഞ് എന്ന് വിളിച്ചുകൊണ്ട് പോരണമെന്ന്. ഈ മനുഷ്യരുടെയൊക്കെ എന്ത് പ്രത്യേക ശാസ്ത്രങ്ങളാണ് നിങ്ങളെ ഭരിക്കുന്നത്? ശാസ്ത്രബോധമില്ലേ? ഇങ്ങനെ ഒരാൾ നിന്ന് വരിക, 1 കോടി രൂപ തലയുള്ള തലയുമായി നിൽക്കുന്ന ആൾ കൊല്ലും, ചുട്ടുകൊല്ലും പിടിക്കാൻ ചെല്ലുന്നവനെ. അങ്ങനെയാണ് സംഭവിച്ചത്. പോലീസുമായിട്ടുള്ള എൻകൗണ്ടറിൽ തന്നെയാണ് മരിച്ചത്. ഭൂമിയിലെ ജനങ്ങളെ കൊല്ലുന്ന ആൾക്കാരെ, ഈ ആദിവാസികളെ കൊല്ലുന്ന, പോലീസുകാരെ കൊല്ലുന്ന, ജനങ്ങളെ കൊല്ലുന്ന ആൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അധികാരമുണ്ടോ? ഹിംസ്ര മൃഗത്തെ പോലെ നടന്നിരുന്ന ആൾ. നമ്മളിവിടെ വയനാട്ടിലൊരു ആനയെ ഒരു വീടിനകത്തോട്ട് കയറി ചെന്ന് ആരെയെങ്കിലും ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ ഉടനെ ആനയെ വെടിവെക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഭീകരവാദികളൊക്കെ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവനാണ് അവിടെ അപകടപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടത്. ആരും കൊണ്ടുവന്നില്ല, ആർക്കും പിടിക്കാൻ പറ്റില്ല. അതുപോലെ പിടിക്കാൻ വരുന്നവനെ, ഇൻഫർമേഷൻ കൊടുക്കുന്നവനെ, ഇൻഫോം ചെയ്യുന്നവരെ കൊല്ലുവൻ. എത്ര പേരെ അങ്ങനെ കൊന്നിരിക്കുന്നു? ആ ഒരു വലിയ ഭീഷണിയാണ് തീർത്തിരിക്കുന്നത്. ഇതോടുകൂടി അവരുടെ തല പോയിരിക്കുന്നു. ഇതിപ്പോൾ മെയ് മാസമായതേ ഉള്ളൂ. മെയ് മാസത്തിൽ തന്നെ ആ ടാസ്ക് പൂർത്തിയാക്കിയിരിക്കുന്നു, ടാർഗറ്റ് പൂർത്തിയാക്കിയിരിക്കുന്നു. അതാണ് അമിത്ഷായുടെ ശൈലി. എപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ ഡേറ്റിന് മുമ്പേ കാര്യം തീർത്തിരിക്കുന്നു. പറഞ്ഞാൽ പറഞ്ഞതാണ്, വാക്കുപാലിക്കുന്നവരാണ് അമിത്ഷാ. അത് കഴിവാണ്, ആഭ്യന്തരമന്ത്രിയുടെ കഴിവാണ്. ആ കഴിവ് കാണിച്ച് രാജ്യം അഭിമാനിക്കേണ്ടതാണ് ഇത്തരം ഒരു ആഭ്യന്തരമന്ത്രിയും. D രാജയ്ക്ക് അത് പിടിച്ചില്ല. D രാജയ്ക്ക് അത് പിടിച്ചില്ല. അദ്ദേഹത്തിനോട് മരിച്ച പോലീസുകാരോടോ മരിച്ച ജനങ്ങളോടോ ആദിവാസികളോടോ ഒന്നുമല്ല കൂടുതൽ, ഇദ്ദേഹത്തിനോടാണ് കൂടുതൽ. ഇദ്ദേഹം ജീവിക്കുന്നത് മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ മുൻപ് നമുക്കറിയാവുന്ന ആയിരക്കണക്കിന് സൈനികരാണ് വിവിധ ഘട്ടങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളത്. കാരണം എത്രയോ പേരാണ് മരിച്ചിട്ടുള്ളത്. കുഴി ബോംബുകൾ കൊണ്ട് എത്ര പേരാണ് ദയനീയമായിട്ട് 10-30 CRPFകാരാണ് മരിച്ചിട്ടുള്ളത്. അവർക്കൊന്നും മനുഷ്യാവകാശമില്ല. ഈ മനുഷ്യന് മാത്രമേ മനുഷ്യാവകാശമുള്ളൂ. എന്ത് മനസ്ഥിതിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും അവരുടെ മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്നത്?
അതുപോലെ ഈ ഒരു സമാനമായിട്ട് സംഭവം നടന്നിട്ടുള്ളത് 2011 2011 ബംഗാളിലെ മിഡ്നാപൂരിലെ മല്ലോജുല കോടേശ്വർ എന്ന് പറയുന്ന ഒരു മാവോവാദി പോളിറ്റ് ബ്യൂറോ മെമ്പറിനേ ഉള്ളൂ. ഈ പോളിറ്റ് ബ്യൂറോയുടെ ഹെഡാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടാണ്. ഇങ്ങനൊരു സംഭവം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. കാരണം അത്ര വെൽ പ്രൊട്ടക്റ്റഡ് ആണ് അവർ, ആദിവാസികളാലും അതുപോലെ തന്നെ മാവോവാദികളാലും. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, അഭുജ് മദ് എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസുകാരാണ് ഇദ്ദേഹത്തെ ഈ നടപടിക്ക് വിധേയനാക്കിയത്. അതുപോലെ തന്നെ 200 മാവോയിസ്റ്റുകളോടൊപ്പമാണ് അദ്ദേഹം എപ്പോഴും ഉണ്ടായത്. 200 മാവോയിസ്റ്റുകൾ അദ്ദേഹത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അവരെ കുറേ പേരെയാണ് ശ്രീജിത്ത് പറഞ്ഞ 27 പേര് അല്ലേ കൊന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ഇതിലിപ്പോൾ ഒരു CRPF-കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇനി രാഹുൽ ചിലപ്പോൾ ഒരു പത്രസമ്മേളനം നടക്കാൻ സാധ്യതയുണ്ട്. ഇയാളെ കൊന്നതിൽ 1 കോടി വില തലയ്ക്കുള്ള ഈ മനുഷ്യനെ കൊന്നതിൽ നമുക്ക് എത്ര പോലീസുകാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പറയണം. കണക്കെനിക്കിപ്പോൾ വേണം എന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ശ്രമം രാഹുൽ ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം രാജ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, പിടിച്ചു കൊണ്ടുവരണമായിരുന്നു. നമുക്കും ആഗ്രഹമുള്ള കാര്യമാണ്, പക്ഷെ നടക്കണ്ടേ. പോലീസുകാരെ കൊല്ലാൻ തുടങ്ങി എത്ര പേര്, പോലീസുകാരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ പിടിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. പറഞ്ഞത് ശരി തന്നെ, ജനാധിപത്യപരമാണ്. പക്ഷേ കോടതിയാണ് ശിക്ഷ കൊടുക്കേണ്ടത്, ശരിയാണ്, എൻകൗണ്ടറിലല്ല. പക്ഷേ ഇയാളെ പിടിക്കാൻ ചെല്ലുന്നവരെ എല്ലാം കൊന്നു കഴിഞ്ഞാൽ കോടതിയും പറയില്ലല്ലോ അയാളെ വെറുതെ വിട്ടേക്കണമെന്ന് പറയില്ല. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഇനി കണക്ക് ചോദിക്കുന്നതാണ് പ്രശ്നം. എത്ര പേരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, എത്ര ആയുധങ്ങൾ, എത്ര ഉണ്ടകൾ നമുക്ക് നഷ്ടപ്പെട്ടു, അതും വേണമെങ്കിൽ ചോദിക്കും. വെടിയുണ്ടകൾ എത്ര എണ്ണം ഇന്ത്യക്ക് നഷ്ടമായി? പത്രസമ്മേളനം എടുക്കി അദ്ദേഹം ബഹളം ഉണ്ടാക്കും. കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞത് ന്യായമാണ്, ഉത്തരം പറയണം, ജനാധിപത്യമാണ് ഇവിടെ, ഉത്തരം പറയണമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ചാനലിൽ വന്നിരുന്ന്. പ്രത്യേകിച്ച് ഈ ഛത്തീസ്ഗഡ് ആ മേഖലയാണ് അല്ലെ, തെലങ്കാന മേഖലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവരുടെ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നതല്ലേ. ആയിരുന്നല്ലോ വറങ്കൽ എന്നൊക്കെ പറയുന്ന മേഖലകൾ, അതുപോലെ ശ്രീകാകുളമൊക്കെ ജില്ലകളിൽ മാവോവാദികളുടെ ദിവസവുമുള്ള ജനങ്ങളെ ആക്രമിച്ച് കൊല്ലുന്നത് ഭീകരവാദികൾ നടത്തിയിരുന്നത് പോലെ തന്നെ പ്രബലമായിട്ടൊരു കാലഘട്ടമായിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലം. ദിവസവും ഇങ്ങനെ അക്രമങ്ങൾ, പിടിച്ചുകൊണ്ടുപോകല്, പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയി, കലക്ടറെ പിടിച്ചുകൊണ്ടിട്ടുണ്ട്. നമുക്കറിയാമല്ലോ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള VC ശുക്ലയെയും കുടുംബത്തെയും അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നവരെയും മാവോവാദികൾ കൊന്നില്ലേ? അങ്ങനല്ലേ അദ്ദേഹം മരിച്ചത്? എത്രയോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭീകരമായിരുന്നു, ഭീകര താണ്ഡവം തന്നെയായിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഇപ്പോൾ ഭീകരരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്, ഇപ്പോൾ മാവോവാദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്ന് നമുക്ക് അർത്ഥം കൽപ്പിക്കുക. ഇനിയിപ്പോൾ ചില അവശിഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ, കുറച്ച് എന്താ പറയുന്ന ഫോസിൽസ് മാത്രമേ ഉണ്ടാകൂ. അതിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു ബാധ്യതയുള്ളൂ. വലിയ ഭീഷണികളെല്ലാം നമ്മൾ വിജയകരമായിട്ട് ഇന്ത്യയുടെ സായുധ സേന അതിനെ ആ കടമ്പകൾ കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം ഇപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിൽ കുറവുള്ള ആളൊന്നുമല്ല, അങ്ങനെ തലതിരിഞ്ഞ ആളല്ല. വിദ്യാഭ്യാസത്തിലൂടെ ചിലത് തലതിരിഞ്ഞു, അങ്ങനെ ഒരാൾ BTech വരെ പഠിച്ച ആളാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആൾ. അതുപോലെ തന്നെ 2004 ഇദ്ദേഹം ഈ CPI മാവോയിസ്റ്റ് ആ പ്രസ്ഥാനത്തിലേക്ക് ചേരുന്നത്. 2004 ആണ് അദ്ദേഹം ചേരുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പദവി വരെ ഉയർന്നു. അതിനെ നയിച്ചുകൊണ്ടിരുന്നു. ഈ കൊലപാതകങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ആളുമാണ് ഇദ്ദേഹം. 3 പതിറ്റാണ്ടായി ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയൊരു മാവോവാദി വേട്ടയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖല, ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ഉള്ള മേഖലകളെല്ലാം ഏതാണ്ടിപ്പോൾ മാവോവാദ ഭീകരാക്രമണങ്ങളിൽ നിന്ന് ഏതാണ്ട് മുക്തമായിട്ടുണ്ട് എന്നാണിപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. ഇതുപോലൊരു വലിയൊരു ആക്രമണം പദ്ധതിയിടാൻ ഇനിയും വളരെ നാളുകൾ വേണ്ടി വരും അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾക്ക് പോലും. അപ്പോൾ ആ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണർന്നു വരുന്നതിന് മുമ്പ് അവരുടെ ക്യാമ്പുകൾ മുഴുവൻ നശിപ്പിക്കാനുള്ള ഒരു ശക്തി ഇപ്പോൾ ഇന്ത്യയുടെ ഈ BSF, സംസ്ഥാന പോലീസ് ഒക്കെ, അതുപോലെ തന്നെ പ്രത്യേക ടാസ്ക് ഫോഴ്സ്, ഇവരെല്ലാം ചേർന്ന് നേടിയിട്ടുണ്ട്. അത് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി അവിടെ നടത്താനുള്ള ഒരു ഇക്കോസിസ്റ്റം, ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ മഹത്തായ ഒരു വിജയമാണ്, വളരെ വാർത്താ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ദൗർഭാഗ്യവശാൽ മലയാള മനോരമ ഒഴിച്ച് ബാക്കി പത്രങ്ങൾ ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. വലിയൊരു നേട്ടം തന്നെ.